ഫൈനലി റൊണാൾഡോയും തിരിച്ചു വന്നിരിക്കുകയാണ്. വിമർശിച്ചവർക്കെല്ലാം നല്ലൊരു കിടിലൻ മറുപടിയും കൊണ്ട് എന്തായാലും ഈ കളി പോർച്ചുഗൽ ജയിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ റൊണാൾഡോയുടെ ഗോൾ കോൺട്രിബ്യൂഷൻ്റെ കാര്യത്തിലായിരുന്നു എല്ലാവർക്കും ഒരു ചെറിയൊരു സംശയം. പക്ഷേ 2 ഗോളടിച്ച് റൊണാൾഡോ തിരിച്ചു വന്നിരിക്കുന്നു. ഹാട്രിക്കിന് 2-3 ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ അത് മിസ്സായെങ്കിലും കുഴപ്പമില്ല. 2 ഗോളടിച്ച് റൊണാൾഡോ തിരിച്ചു വന്നിരിക്കുന്നു. റൊണാൾഡോ ഈ വേൾഡ് കപ്പിൽ 1 ഗോൾ അടിച്ചാൽ തന്നെ റെക്കോർഡായിരുന്നു. 6 വേൾഡ് കപ്പിൽ ഗോൾ അടിക്കുന്ന പ്ലെയർ, പിന്നെ ബ്രേസ് അടിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ പ്ലെയർ, അങ്ങനെ കുറച്ച് റെക്കോർഡുകളും ഈ കളിയിലൂടെ റൊണാൾഡോ തിരുത്തിയിട്ടുണ്ട്. പിന്നെ വേൾഡ് കപ്പിൽ പോർച്ചുഗലിലെ ടോപ്പ് സ്കോററും ആയിട്ടുണ്ട് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ. 10 ഗോൾ അടിച്ചിട്ടുണ്ട്. ഇപ്പം അടുത്ത കളി പോർച്ചുഗലിനും കൊളംബിയ ആയിട്ടാണ്. ആ കളി എന്തായാലും ഈ ഫോമിൽ തന്നെ തുടരുവാണെങ്കിൽ കിടിലമായിട്ട് പോർച്ചുഗലിനെ അടിച്ച് കയറാം, റൊണാൾഡോയ്ക്കും ഗോൾ അടിക്കാം. നെക്സ്റ്റ് പറയാനാണ് നമ്മുടെ നെയ്മർ ജൂനിയർ. 981 ദിവസത്തിന് ശേഷമാണ് നമ്മുടെ നെയ്മർ നമ്മുടെ ബ്രസീൽ ജേഴ്സിയിൽ കളിക്കാൻ ഇറങ്ങുന്നത്. ഫാൻസ് എല്ലാം വെയിറ്റിംഗ് ആയിരുന്നു. 2 കളിയായിട്ട് നെയ്മറിന് പരിക്കും കാര്യങ്ങളുടെ ഇഷ്യൂ കാരണം കളിക്കാൻ പറ്റിയില്ല. പിന്നെ ബ്രസീൽ ജയിച്ചു, 3 ഗോൾ ജയിച്ചു. പിന്നെ 2 ഗോൾ അടിച്ചു, മത്തീസ് കുഞ്ഞ് ഗോൾ അടിച്ചു. നെയ്മർ 10 മിനിറ്റ് കളിച്ചുള്ളതിലും ഫാൻസെല്ലാം വളരെ ഹാപ്പിയാണ്. ഇനിയുള്ള കളികളെല്ലാം മുന്നോട്ട് കുറേ കൂടെ സമയങ്ങളിൽ കളിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പറയാം. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.